ഇവിടെ തഹ്ലിയ ഒരു ഉദ്ഘാടനത്തിന് നിലവിളക്ക് കൊളുത്തി. കേരളത്തിലെ മുഴുവൻ മുസ്ലിം പള്ളികളിലും വിളക്ക് കത്തിച്ചിരുന്നു. ഇലക്ട്രിസിറ്റി വന്നപ്പോൾ നമ്മൾ വിളക്കുകളൊക്കെ ഒഴിവാക്കി. വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഹറാമാണെന്ന് ഇസ്ലാമിൽ എവിടെയുള്ളത്? പള്ളിയിൽ വിളക്ക് കത്തിക്കാറില്ലേ? ഞങ്ങളെ അപരവൽക്കരിക്കുന്ന സംഘികൾ ഞങ്ങളെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള നിലവിളി ആദ്യം നിർത്താൻ പഠിക്കണം. തവിട് തിന്നേയും ഓടക്കുള്ളൂ, ഇത് രണ്ടും കൂടി നടക്കില്ല. ശ്രീ അബ്ദുൾ ഹമീദ്, ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയപ്പോൾ എന്താണ് ഇങ്ങനെ മതബോധം ഉയരുവാനുള്ള കാരണം? ഇവിടെ ശ്രീ അനിൽ വിളയിൽ പറയുകയായിരുന്നു, ഇത് ഇരട്ടത്താപ്പാണ്, ഇതൊരു മുസ്ലിം വനിത വേദിയിൽ കയറിയതിലുള്ള അസഹിഷ്ണുത കൂടിയാണെന്ന്. ഇത് ഒരു പുതിയ വിവാദമല്ല. നമുക്കറിയാം, ഇത് നമ്മളൊരു കേരളത്തിന്റെ തന്നെ ഒരു ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു വിവാദമാണ്. എന്താ നിന്റെ ഉദ്ദേശം? അതിൽ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു വിളക്ക് കൊളുത്തുന്ന ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ചടങ്ങിനെ മുസ്ലിങ്ങൾ മാത്രമല്ല എതിർത്തിട്ടുള്ളത്. EMS പോലെയുള്ള, നായനാരെ പോലെയുള്ളവർ അതിന് തയ്യാറായിട്ടില്ല. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ഒന്നാമതായിട്ട് എല്ലാവർക്കും അറിയാം, മുസ്ലിങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. അപ്പം നമ്മൾ ഐശ്വര്യം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ദിവ്യത്വം പ്രതീക്ഷിക്കുന്നത്, മറ്റു രീതിയിൽ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇതെല്ലാം തന്നെ ഈ ഏകനായിട്ടുള്ള ദൈവത്തിൽ നിന്നാണ്. മറ്റ് ഒരു കാരണം, ഇപ്പൊ നമ്മൾ ഒരു ചരട് കെട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരാൾ ആ രീതിയിൽ അനുഗ്രഹം പ്രതീക്ഷിച്ചാൽ അതിനെയും നമ്മൾ എതിർക്കും. എന്തുകൊണ്ടാണ്? റിബൺ കട്ട് ചെയ്ത കുഴപ്പമുണ്ടോ? ഏകദൈവം ഒലിച്ചു പോകും. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ അതിൽ നിന്നൊരു ഐശ്വര്യം പ്രതീക്ഷിച്ചാൽ, അതിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിച്ചാൽ, അതുകൊണ്ടൊരു ആപത്ത് തടയാമെന്ന് കരുതിയാൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ഫാത്തിമ തഹ്ലിയയുടെ കാര്യം പറഞ്ഞാൽ അവരും യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാം മത വിശ്വാസി തന്നെയാണ്. അവരെയും മതപണ്ഡിതന്മാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവരിപ്പോൾ ഈ പൊതുസമൂഹം ഏത് രീതിയിലാണോ ഇതിനെ കാണുന്നത്, ഒരു സാംസ്കാരിക പ്രതീകമായിട്ടാണ് നിലവിളക്ക് കൊളുത്തുന്നതിനെ കാണുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു. അവർ ഒരു ജനപ്രതിനിധി കൂടിയാണ്, ഒരു വിഭാഗത്തിന് മാത്രം വോട്ട് കൊണ്ട് ജയിച്ച ആളുമല്ല. അങ്ങനെ ഒരാൾ ഇത് ചെയ്യുമ്പോൾ, അത് ശരിയല്ല എന്ന് പറയുമ്പോൾ, അത് നിങ്ങളാണ് അവിടെ ചെറുതായി പോകുന്നത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? അവിടെ ഈ സാംസ്കാരിക പ്രതീകം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ കാരണം വിളക്ക് കൊളുത്തണം എന്ന് പറയുന്ന ആളുകളല്ല അടിച്ചേൽപ്പിക്കുന്നത്. ഇത് അടിച്ചേൽപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അടിച്ചേൽപ്പിക്കുന്നത് ഇവിടെ കത്തിക്കരുത് എന്ന് പറയുന്നതാണ് ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത്. ഇവിടെ കത്തിച്ചത് ഒരാളുടെ സ്വമേധയ തെരഞ്ഞെടുപ്പാണ്. കത്തിക്കരുത് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അടിച്ചേൽപ്പിക്കൽ. രാഘവൻ പറഞ്ഞത് വാസ്തവം. അതിൽ നിന്ന് ഐശ്വര്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസപരമായി, ആദർശപരമായിട്ട് എതിർക്കപ്പെടും. യൂസഫ് അലി വിളക്ക് കത്തിച്ചാലും മമ്മൂട്ടി വിളക്ക് കത്തിച്ചാലും നിങ്ങൾക്ക് യാതൊരു വിധമായ എതിർപ്പും നിങ്ങളുടെ പത്രപ്രസ്താവനയും പുറപ്പെടുവിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ സ്റ്റേജിൽ കയറി ഒരു പെൺകുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് പോലും വിലക്ക് ഏർപ്പെടുത്തിയ വിഭാഗമാണ് നിങ്ങൾ. ഈ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി പരപുരുഷന്മാരോടൊപ്പം വോട്ട് പിടിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു? മിണ്ടാൻ വയ്യായിരുന്നോ? അത് ഇസ്ലാമികമല്ലായിരുന്നോ? ഈ വിഷയം വിവാദമാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിലൂടെയല്ലേ വിവാദമായത്? അല്ല, ഇത് നമ്മളെ സംബന്ധിച്ചോളം ഈ അഭിപ്രായം എല്ലാവരുടെ കാര്യത്തിലുള്ളതാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇസ്ലാമിലെ ആളുകൾ പറയും ഇസ്ലാമിക സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് പറയും. സൂംബയുടെ വിവാദം വന്നപ്പോൾ നമ്മളിവിടെ കണ്ടതാണ്. നമ്മളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ് ഇവർ പറയുക. ഈ ലോകത്ത് എന്താ ഇസ്ലാമിക സംസ്കാരം മാത്രമേ ഉള്ളൂ? വേറെ ആളുകൾക്കൊന്നും സംസ്കാരമില്ലേ? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം ഉള്ളതുപോലെ തന്നെ ഇവിടെ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന സാധനം എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇവിടെ തഹ്ലിയ അങ്ങനെ ഒരു സാംസ്കാരികമായ ഒരു സംഗതിയോട് യോജിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. വളരെ തീവ്രമായ ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്നും വന്ന ഒരു തഹ്ലിയ അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതിയെ ഏറ്റുപിടിക്കുന്നുണ്ടെങ്കിൽ, ഇതിനെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വളർച്ചയാണ്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ തഹ്ലിയോടൊപ്പം നിൽക്കുന്നു. രണ്ട്, ഇവിടെ പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന സംഭവം ഇവിടെ മതത്തിന്റെ സംഗതി അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സൗകര്യം ഉണ്ടെന്നല്ല ഇയാൾ പറഞ്ഞു വെക്കുന്നത്, ഇവിടെയുള്ള സംസാരിച്ച ആളുകൾ. പക്ഷെ ഇവരെന്താ ചെയ്തു വെക്കുന്നത്? ഇവര് ഇത് കത്തിക്കരുതെന്നാണ് പറയുന്നത്. ഇവിടെ സമസ്തയാണെങ്കിലും ഹുസൈൻ സലഫി ആണെങ്കിലും ഒക്കെ എഴുന്നള്ളിച്ചത് എന്താണ്? ഇനി ഇവിടെ എഴുന്നള്ളിക്കാൻ പോകുന്നവരുണ്ട്. ഇവരെന്താ പറയുന്നത്? കത്തിക്കരുത്, ഇത് ഞങ്ങളുടെ സാധനത്തിന്. നിങ്ങൾക്ക് കത്തിക്കണമെങ്കിൽ കത്തിക്കണ്ട, പക്ഷെ തഹ്ലിയക്ക് കത്തിക്കരുത്, കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ്? അല്ല ചവിട്ടിയത്
അണിലിയാണില്ല. താഹിലിക്ക് അങ്ങനെ ഒരു- തൗഹീദ് ചൂണ്ടിക്കാണിക്കുന്നു, ഏകദൈവ വിശ്വാസം എന്നത് ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. വിസ്തത്തിന്റെയും പ്രസ്താവനകളിൽ അതാണ് അതാ വരുന്നത്. ഞാൻ പറഞ്ഞത്, വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ഓരോ വ്യക്തിക്കുമാണ്. ആ വ്യക്തിക്ക് വിശ്വാസ സ്വാതന്ത്ര്യം നിങ്ങൾ വിട്ടുകൊടുക്കണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് പുറത്ത് എടുക്കരുതെന്നാണ് അവിടെ എനിക്ക് അവർ ഇവിടെ ഇരിക്കുന്ന പറയുന്നത് ആളുകളോട് എനിക്ക് ഞങ്ങൾ പറയാനുള്ളത്. സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഒരു പ്രത്യേക ജീവിതല്ലേ. നമ്മളൊന്നും അറിയാതെ എത്രയോ മുസ്ലിങ്ങൾ ഉദ്ഘാടന വേദികളിൽ കേരളത്തിൽ വിളക്കുകൾ കത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇതിനൊന്നും ആരും ഒന്നും പറയാറില്ലല്ലോ. വിവാദം നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്? വെളിച്ചം ആയിട്ട് ഉപയോഗിച്ചിരുന്നത് വിളക്ക് തന്നെയാണ്. കേരളത്തിലെ മുഴുവൻ മുസ്ലിം പള്ളികളിലും വിളക്ക് കത്തിച്ചിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റി വന്നപ്പോൾ നമ്മൾ വിളക്കുകളൊക്കെ ഒഴിവാക്കി. നിങ്ങൾ പറയുന്നത് ഇരുട്ടുമാറ്റി വെളിച്ചം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ മാത്രം നിലവിളക്ക് ഉപയോഗിക്കാം, അല്ലാതെ ഈ നിലവിളക്ക് കൊളുത്താൻ പാടില്ല, അത് ഹൈന്ദവ ആചാരം പിന്തുടരുന്നതാണ്, അതുകൊണ്ട് പാടില്ല എന്നുള്ളതാണല്ലോ അല്ലേ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അതായത് നമുക്ക് കാഴ്ചക്ക് വേണ്ടി നമുക്ക് വിളക്ക് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രം അല്ലേ? അതെ, നമുക്ക് ഇവിടെ വിളക്കിനോട് എതിർപ്പില്ല, പിന്നെ ഈ തിരിയോട് എതിർപ്പില്ല, അല്ലെങ്കിൽ തീയിനോട് എതിർപ്പില്ല, ഇതിനോടൊന്നും നമുക്ക് എതിർപ്പില്ല. വിളക്ക് പക്ഷെ അത് കത്തിക്കുന്നതിനോട് അല്ല, പൊതുവേദികളിൽ ഇസ്ലാം മത വിശ്വാസികൾ കത്തിക്കുന്നതിനോട് എതിർപ്പാണ്. ഭയങ്കര എന്താണ് ഓരോ സംഭവങ്ങള്. ദൈവീകമല്ലാത്തൊരു കാര്യത്തിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയ ഒരു കാര്യത്തിൽ, സാമൂഹികമായ കാര്യത്തിൽ ദൈവശാസ്ത്രം കൊണ്ടുവന്നാൽ അനാവശ്യമായ പ്രശ്നങ്ങളല്ലേ അതുണ്ടാകും. അവിടെ ഫാത്തിമ തഹ്ലിയ പോയത് ദൈവശാസ്ത്രപരമോ ആത്മീയമോ അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു കാര്യത്തിനെ അല്ല, ഒരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ്. അവിടേക്ക് ദൈവശാസ്ത്രം അനാവശ്യമായി കൊണ്ടുവന്നാൽ അത് സമൂഹത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയേ ചെയ്യൂ. ഹിന്ദു മുസ്ലിം ഐക്യത്ത് എന്നുള്ള പ്രോജക്റ്റിന് കൂടുതൽ വിഘാതം ഉണ്ടാക്കിയേ ചെയ്യൂ, അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്നുള്ള പ്രോജക്റ്റിന് വിഘാതം ഉണ്ടാക്കിയേ ചെയ്യൂ. എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഹറാമാണെന്ന് ഇസ്ലാമിൽ എവിടെയുള്ളത്? ഇവിടെ വിളക്കല്ല, നിലവിളക്കാണ്. അതെങ്ങനെ ശുരുക്കാവുക? അപ്പൊ പള്ളികളിൽ വിളക്ക് കത്തിക്കാറില്ലേ? വിളക്ക് കത്തിക്കാറില്ലേ? പള്ളിയിൽ വിളക്ക് കത്തിക്കാറില്ലേ? എന്താ നമ്മൾ ചോദിക്കണേ? നമ്മള് വിളക്ക് കത്തിനല്ലോ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ഇൻഹറന്റ്ലി ഹറാമാണെങ്കിൽ ഇൻഹറന്റ്ലി എങ്ങനെ ഹറാമാവും? വിളക്ക് കത്തിക്കൽ ഇൻഹറന്റ്ലി ഹറാമാണോ? അല്ല, ഇവിടെ ആരാധനയുടെ ഭാഗമല്ലല്ലോ, അതാണല്ലോ സംശയം. സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധനയുടെ ഭാഗമല്ലല്ലോ ശ്രീ ഹമീദ്. വിളക്ക് കത്തിക്കൽ അല്ല, അത് പറയട്ടെ, ഹമീദ് പറയട്ടെ, അബ്ദുൽ ഹമീദ് പറയട്ടെ. ഈ വിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് മതപരമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ അമീർ ആണെങ്കിൽ ഇവിടെ പറയുന്നത് കേട്ടു. അതായത് വിവാദം ഉണ്ടായി കഴിയുമ്പോൾ ആരാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ പറയുന്ന സാധനം വിവാദം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഏതെങ്കിലും ഹൈന്ദവ സംഘടനയാണോ, ഏതെങ്കിലും ക്രൈസ്തവ സംഘടനയാണോ, മാധ്യമങ്ങളാണോ ഇവിടുത്തെ വിവാദം ഉണ്ടാക്കിയതല്ല. ഇവിടെ ഹുസൈൻ സലഫി വന്ന് പറയുന്നു, സമസ്തയുടെ നേതാവ് വന്ന് പറയുന്നു, ഇപ്പൊ നിങ്ങളും വന്നിരുന്ന് കൂത്തിരുന്ന് പറയുന്നു ഇതേ സാധനം തന്നെ. നിങ്ങളല്ലേ വിവാദം ഉണ്ടാക്കുന്നത്? വിവാദം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിന് നമ്മൾ മറുപടി പറയുമ്പോൾ അബ്ദുറബ് കത്തിക്കാതിരുന്ന എന്തിനാണ്? അത് സാധാരണ സ്വാഭാവികമായിട്ടും ആളുകൾ അവിടെ നിന്ന് ഞാൻ മതപരമായിട്ട് അത് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന മുസ്ലിങ്ങൾ സ്വയം നടത്തിവെക്കുന്ന ഈ അപരവൽക്കരണം അത് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കും. ഇനി നിങ്ങൾ അങ്ങനെ സ്വയം അപരവൽക്കരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അപരവൽക്കരിക്കുന്ന സംഘികൾ ഞങ്ങളെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള നിലവിളി ആദ്യം നിർത്താൻ പഠിക്കണം. ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് ഈ എന്താ പറയാ തവിട് തിന്നേയും ഓടക്കുള്ളൂ, ഇത് രണ്ടും കൂടി നടക്കില്ല. ഒന്നുകിൽ നിങ്ങൾ ഈ അപരവൽക്കരണം സ്വയം നടത്തുന്നത് നിർത്തുക. പൊതുസമൂഹം ചെയ്തു പോരുന്ന സാംസ്കാരികമായ സംഗതികളെ, അതിപ്പോൾ മുസ്ലിങ്ങളുടെ സാംസ്കാരികമായ സംഗതികളെ മറ്റുള്ളവർ എങ്ങനെയാണോ ഏറ്റെടുക്കുന്നത് അത് കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അവരെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഒരു മുസ്ലിം നോമ്പെടുക്കുന്ന പോലെ ഒരു അമുസ്ലിം ഒന്ന് നോമ്പെടുത്താൽ നിങ്ങൾ ആഘോഷമല്ലേ? നിങ്ങൾ ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടും. ആരെങ്കിലും ഒരാൾ നബിദിനത്തിന് ഒരു നോട്ടുമാല ഇട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം തന്നാൽ നിങ്ങളുടെ നാട് മുഴുവൻ കൊട്ടിഘോഷിക്കുമല്ലോ. തിരിച്ചങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാറ്? നിങ്ങൾ അവിടെ ഹദീസാണ് നിങ്ങൾ അവിടെ ഇറക്കാറുള്ളത്. അതിന്റെ ഒരു ലൈൻ അതാ അല്ലേ? നിങ്ങൾ ഏതാണ് ഹദീസ് ഇറക്കാറുള്ളത്? അവിടെ നിങ്ങൾ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയല്ലേ ആളുകളെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ആരെങ്കിലും മറ്റൊരു സമുദായത്തിന്റെ കാര്യങ്ങളെ ചെയ്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ഓണത്തിനെ നിങ്ങൾ വിലക്കുന്നു, നിങ്ങൾ ക്രിസ്മസിനെ നിങ്ങൾ വിലക്കുന്നു, ഇപ്പൊ നിലവിളക്കിനെ വിലക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സംഗതികൾ ആരെങ്കിലും ഏറ്റെടുത്താൽ അത് നിങ്ങൾ ആഘോഷിക്കും. അത് ഭയങ്കര കൾച്ചറൽ അമാൽഗമേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിനങ്ങോട്ട് വലിയ തോതിൽ പോരിഷ. തിരിച്ചാരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സമൂഹമായിട്ട് നിൽക്കുമ്പോൾ കൊടുത്തും കൊണ്ടുപോകാൻ നിൽക്കേണ്ടത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? അപ്പോൾ നിങ്ങൾ സ്വയം അപരവൽക്കരിച്ച് കഴിയുമ്പോൾ അത് നിങ്ങളെ തന്നെയാണ് കുഴി ചാടിക്കുക. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഈ ചേരമാൻ പള്ളിയുടെ കാര്യം പറയുമ്പോൾ ഞാനതാ പറയുന്നത്. ചേരമാൻ പള്ളിയിൽ അവിടെ നടക്കുന്ന സംഗതികൾ, അല്ലെങ്കിൽ ഇതേപോലെ മക്ബറകളിൽ നടക്കുന്ന സംഗതികളെ അതിനെ ഷിർക്കെന്നും അത് ശരിയല്ല എന്നും ബിദ്അത്താണെന്നും പറഞ്ഞ് നടക്കുന്ന ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവർ അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷെ അവർ സിബ് അടയ്ക്കുമ്പോൾ ജിന്നു കൊടുങ്ങുന്നു പറയുന്ന ടീമും കൂടിയാണ് കേട്ടോ ഈ അമീറൊക്കെ. അതും കൂടി നമ്മൾ സമ്മതിക്കണം.
അബ്ദുള്ള അബ്ബാസിനെ പോലുള്ള ടീം അതൊക്കെ ഏറ്റുപിടിക്കും. അപ്പൊ അതൊക്കെ അവർക്ക് ഓക്കെയാണ്, ഭൂമി പരന്നതാണെന്നൊക്കെ അവർ സമ്മതിക്കും. പക്ഷെ ഇതുപോലുള്ള സംഗതികൾ വരുമ്പോൾ അവർക്ക് അത് കൊള്ളില്ല. അതാണ് അവരുടെ പ്രശ്നം. അപ്പൊ നിങ്ങളുടെ ഈ വിശ്വാസ തീക്ഷ്ണതയും ഈ സാധനവും നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പറയാ, ഒന്നുകിൽ അതിനെ നിങ്ങൾ മുറുകെ പിടിച്ച് നിൽക്കുക. അവിടെ പിന്നെ വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എഴുന്നള്ളിക്കാൻ നിൽക്കരുത്. നമ്മൾ ബഹുസ്വരത എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഡൈല്യൂട്ട് ചെയ്യണ്ട, നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ കോമണായ കുറെ കാര്യങ്ങൾ അംഗീകരിക്കണ്ടേ. ഇനി അങ്ങ് ആലോചിക്കേണ്ട കാര്യം, വന്ദേമാതരം പോലെ ഏറ്റവും സെൻസിറ്റീവായ നമ്മുടെ നാഷണൽ സോങ്ങിൽ നമ്മുടെ ദേശീയ നേതാക്കൾ തീരുമാനിച്ചത്, നിങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 പാരാഗ്രാഫ് മതി എന്നാണ് ഗാന്ധിജിയും ടാഗോറും ഒക്കെ തീരുമാനിച്ചത്. അപ്പൊ ഏറ്റവും അക്കോമഡേറ്റ് ചെയ്തല്ലേ ഒരു രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത്. അക്കോമഡേഷൻ ഇല്ല രാഹുൽ സർ, ഇവിടെ അക്കോമഡേഷൻ കിട്ടുന്നില്ല. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? നിങ്ങൾ തന്നെയല്ലേ ഇവിടെ ഏതെങ്കിലും ഒരു ഹൈന്ദവ വിശ്വാസി എന്തെങ്കിലും ഒരു സാധനം ചെയ്തു കഴിയുമ്പോൾ ദേ കണ്ടോ അത് സനാതന ധർമ്മത്തിന്റെ അപ്രമാദിത്യം അല്ലെങ്കിൽ ഹിന്ദുത്വവൽക്കരണത്തിന്റെ സാധനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെ ഇത് പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ട് ആളുകൾക്ക്. അതിവിടെ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നിങ്ങളാണ് അവിടെ കിടന്ന് നിലവിളിക്കുന്നത്. അതിന് നിൽക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം, എനിക്ക് ചൊറഞ്ഞോണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ ഫാഷിസം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന സാധനം എന്താണോ അതിന്റെ മറ്റൊരു വശമാണ് തീവ്രമായ ഇസ്ലാമിക വൽക്കരണം, താലിബാനിസം തന്നെയാണത്, ഒരു സംശയമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആ വിളക്ക് കത്തിക്കാതിരിക്കുന്നതിനുള്ള കാരണമാണ് അവിടുത്തെ പ്രശ്നം. എന്റെ വിചാരം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിളക്ക് കത്തിക്കരുതെന്ന് അങ്ങനെ ഒരു അനുശാസനമോ ഫത്വയോ? വിളക്ക് കത്തിക്കരുത് എന്നല്ല, അത് അങ്ങനെയല്ല അതിന് എടുക്കേണ്ടത്. അതിൽ ബഹുദൈവ ആരാധനയുടെ അംശം വരുന്നുണ്ട്. നിലവിളക്കിലുള്ള അഗ്നി എന്നുള്ള ഒരു സൃഷ്ടിയാണ്. ഇതാണോ നിങ്ങളെ ന്യായം? അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് ഇപ്പൊ നിങ്ങളോട് ഒന്നും പറയാനില്ല.